നമസ്കാരം. നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ നമ്മളോടൊപ്പം സ്വതന്ത്രമായ മറ്റു പല രാജ്യങ്ങളും ഉണ്ടായിരുന്നു. അതേപോലെ അതേ കാലഘട്ടത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന അതേ കാലഘട്ടത്തിൽ രൂപപ്പെട്ട മറ്റു പല രാജ്യങ്ങളും ഉണ്ടായിരുന്നു. ഈ രാജ്യങ്ങളെയൊക്കെ അപേക്ഷിച്ച് നമുക്ക് പല അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. എന്നാൽ ഈ അഡ്വാൻറ്റേജസ് ഒന്നും രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കിൽ ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കുവാൻ നെഹ്റുവിന് സാധിച്ചില്ല. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ മിക്ക രാജ്യങ്ങളെക്കാളും ബെറ്റർ ആയിരുന്നു നമ്മളുടെ റെയിൽവേസ്, നമ്മുടെ ഇൻഡസ്ട്രീസ്, നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം, നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം. ഇതൊക്കെ മറ്റു പല രാജ്യങ്ങളെക്കാളും ബെറ്റർ ആയിരുന്നു നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ. അത് മാത്രമല്ല, ഇംഗ്ലീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ബഡ്ജറ്റ് ബാലൻസ് അത് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് അവർ പോകുന്നത്. അത് വളരെ വലിയൊരു എമൗണ്ട് ആയിരുന്നു. അതിലൊക്കെ അപ്പുറം നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ പല തരത്തിലും വൈദഗ്ധ്യമുള്ള ധാരാളം ആൾക്കാർ നമുക്കുണ്ടായിരുന്നു. രാഷ്ട്രീയത്തിൽ പട്ടേൽ, അംബേദ്കർ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ശ്യാം പ്രസാദ് മുഖർജി, GB പന്ത്, അങ്ങനെ ധാരാളം പേർ. VP മേനോനെയും ഗിരിജാശങ്കർ വാജ്പേയിയും പോലെയുള്ള ബ്യൂറോക്രാറ്റ്സുകൾ നമുക്കുണ്ടായിരുന്നു. പല നാട്ടുരാജ്യങ്ങളിലെയും ദിവാൻമാർ വലിയ പ്രഗത്ഭന്മാരായിരുന്നു. തിരുവിതാംകൂറിലെ രാമസ്വാമി അയ്യരും മൈസൂരിലെ വിശ്വേശ്വരയ്യയും ഒക്കെ ആ കാറ്റഗറിയിൽപ്പെട്ട ദിവാകന്മാരായിരുന്നു. സെക്കൻഡ് വേൾഡ് വാർ എക്സ്പീരിയൻസ് ഉള്ള കരിയപ്പയും തിമ്മയ്യയും പോലെയുള്ള ആർമി വേട്ടറൻസ് നമുക്കുണ്ടായിരുന്നു. ധാരാളം എക്കണോമിസ്റ്റുകൾ, വിദ്യാഭ്യാസ വിദഗ്ധർ, ഇതൊക്കെ അന്ന് നമുക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇന്ന് പോലും ആ കാലിബറുള്ള ആൾക്കാർ നമുക്ക് കുറവാണ്. ഇതിലൊക്കെ ഉപരി അന്ന് സ്വാതന്ത്ര്യം കിട്ടിയ സമയമാണ്. അതുകൊണ്ട് രാജ്യത്തിനു വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാൻ തയ്യാറുള്ള കോടിക്കണക്കിന് സാധാരണ ജനങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ നെഹ്റുവിന് വളരെ മനോഹരമായിട്ട് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കാമായിരുന്നു. എന്ത് തീരുമാനവും എടുക്കുവാനുള്ള സുപ്രീമസി നെഹ്റുവിനുണ്ടായിരുന്നു, കോൺഗ്രസ് പാർട്ടിയിലും ഗവൺമെന്റിലും. അദ്ദേഹത്തിന്റെ 17 കൊല്ലത്തെ ഭരണകാലത്ത് അദ്ദേഹത്തിന് പ്രതിപക്ഷമേ ഉണ്ടായിരുന്നില്ല. തുച്ഛമായ പ്രതിപക്ഷമാണോ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്ത് തീരുമാനവും എടുക്കുവാനുള്ള സുപ്രീമസി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും ഇതൊന്നും ഉപയോഗിക്കുവാൻ നെഹ്റുവിന് സാധിച്ചില്ല. ഇതൊന്നുമില്ലാതിരുന്ന നമ്മളെക്കാൾ ബഹുദൂരം പുറകിൽ കിടന്ന രാജ്യങ്ങളൊക്കെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഫസ്റ്റ് വേൾഡ് രാജ്യങ്ങളായി മാറ്റപ്പെട്ടു. നമ്മളോ തേർഡ് വേൾഡ് ഡെവലപ്പിംഗ് കൺട്രി ആയിട്ട് തുടർന്നു. 17 കൊല്ലം നെഹ്റു ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. തന്റെ ഭരണത്തിനൊടുവിൽ അദ്ദേഹം നമുക്ക് തന്നിട്ട് പോയത്, ഒന്ന്, ഏറ്റവും അധികം അൺസെറ്റിൽഡ് ബോർഡറുള്ള രാജ്യമായിട്ട് നെഹ്റു ഭാരതത്തിനെ മാറ്റിയെടുത്തു. 2, സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ എല്ലാ രാജ്യങ്ങളും നമ്മളുടെ സുഹൃത്തുക്കളായിരുന്നു. 17 കൊല്ലത്തെ നെഹ്റുവിന്റെ ഭരണം കഴിഞ്ഞതോടെ നമ്മൾക്ക് സുഹൃത്തുക്കൾ ഇല്ലാതായി മാറി. അഹിംസ പറഞ്ഞു നമ്മളുടെ മിലിറ്ററിയെ അവഗണിച്ചു. ലക്ഷക്കണക്കിന് നാട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കുവാനില്ലാത്ത രാജ്യമായിട്ട് നമ്മളെ മാറ്റിയെടുത്തു. ഭൂരിപക്ഷത്തിനെയും നിരക്ഷരരാക്കി. ഇതൊക്കെയാണ് നെഹ്റുവിയൻ സോഷ്യലിസം ഭാരതത്തിന് സമ്മാനിച്ചത്. അടുത്തയാഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി കാണുന്നിടം വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.